എൻ അരുൺ, സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമൃതാനന്ദമയി മഠത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന ആരോപണങ്ങൾ അത് എത്തിപ്പെട്ട സാഹചര്യം നമുക്കറിയാം. ഇതിനു മുൻപും മഠവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അമൃതാനന്ദമയിയുടെ സഹോദരന്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അന്വേഷണം എങ്ങും എത്താതെ പോകുന്ന പല സാഹചര്യങ്ങളുണ്ടായി. മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയല്ലേ ഈ രീതിയിൽ പല കേസുകളും തേഞ്ഞുമാഞ്ഞു പോകാനും ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കാതിരിക്കാനുമുള്ള പ്രധാന കാരണം? മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കി. നിയമത്തെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത ഒരാൾ പറയുന്ന പോലെയാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പരാതി ഉണ്ടായില്ല, പരാതി ഉണ്ടാകാത്തതുകൊണ്ട് അന്വേഷണം നടക്കില്ല എന്ന്. ഇവിടെ ആദ്യം പറഞ്ഞ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വർഗീസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാമേന്ദ്രൻ നായർ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്? ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കൂടാ? അന്വേഷണം നടത്തി കുറ്റക്കാരല്ലെങ്കിൽ ഇവരെ ന്യായമാണെങ്കിൽ തെറ്റ് ചെയ്യാത്തവരാണെന്ന് എല്ലാവരും പറയുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇവർ തയ്യാറുണ്ടോ? അമൃതാനന്ദമയി മഠം തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഞാൻ ഒരു പാർട്ടിയെയോ മാത്രം ചൂണ്ടിക്കാട്ടിയല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് വർഷങ്ങളുടെ പിൻബലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഭരിച്ച ഭരണ സംവിധാനങ്ങളൊന്നും ഇക്കാര്യത്തിൽ നിലപാടെടുത്തില്ല എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചതും. ഒപ്പം താങ്കളോട് ചോദിക്കാനുള്ളത്, മറ്റ് വിഷയങ്ങളിൽ സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല? ഒരു പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് കൊണ്ട് മാത്രം തീരുന്നതാണോ ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ പ്രതിഷേധം? പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് ഇന്നാണ്. ഈ വിഷയം ഉയർന്നു വന്നിട്ട് അധികം സമയമായിട്ടില്ല. പത്രസമ്മേളനം ഒരു സമരത്തിന്റെ ഭാഗം തന്നെയാണ്, ഒരു സമര ആഹ്വാനം കൂടിയാണ്. വരും ദിവസങ്ങളിൽ AISF ക്യാമ്പസുകളിൽ ഈ ആൾദൈവങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഇന്ന് തുടങ്ങിയ സമരമൊന്നുമല്ല. കാലങ്ങളായി ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇവർ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ സമരങ്ങളെ, ഞങ്ങളുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ചു തള്ളിയ പല ആളുകളുണ്ട്. അവരിന്നും അതേ നിലപാട് തുടരുന്നു. ഇപ്പൊ ഇന്ത്യ വിഷൻ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച തുടക്കം കുറിച്ചത്, 2 ദിവസം മുമ്പ് ചർച്ച നടത്തി തുടക്കം കുറിച്ചത് ഏറെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കാലങ്ങളായി ഉയർത്തുന്ന മുദ്രാവാക്യമാണ്, രാഷ്ട്രീയമാണിത്. ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം, സമൂഹം ഇത് ചിന്തിക്കണം. ആത്മീയ മാഫിയ തന്നെ ഈ സംസ്ഥാനത്ത്, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് സമരം ചെയ്ത പെൺകുട്ടികളടക്കമുള്ള നഴ്സുമാരെ ഗുണ്ടകൾ നേരിട്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്.